തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാവുന്ന മറ്റൊരു വിഷയമാണ് ഈ കേരള സ്റ്റോറിയും അത് പറഞ്ഞു വെക്കുന്ന വിഷയം. ഇടുക്കി രൂപതയും ഒപ്പം തന്നെ തലശ്ശേരി രൂപതയും ഈ സിനിമകൾ യുവാക്കൾക്കിടയിൽ യുവതി യുവാക്കൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രദർശിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തു. ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ലവ് ജിഹാദ് എന്നുള്ളതും ഇത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ പല അവസരങ്ങളും ഇത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പല മലയാളി പെൺകുട്ടികളെ, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കപട പ്രേമം നടിച്ച് പലരും വശീകരിച്ചിട്ടുണ്ട്, അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഇതിന് ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ ക്രിമിനൽ കോഡ് നിങ്ങൾ വായിച്ചു കാണും. അമിത്ഷാജി പാർലമെന്റിൽ മൂവ് ചെയ്ത കോഡാണ്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കപട പ്രേമം നടിച്ച് വനിതകളെ വഞ്ചിക്കുന്നവർ, അവർക്കെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനുണ്ട്. അത് കേരളത്തിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണത്. ഇത് ഇവിടെ പലരും പ്രദർശിപ്പിക്കുന്നു. കാര്യം അവരുടെ ഭീതിയും ഭയവും കാരണമാണ് അവർ ഇത് കൂടുതൽ സമൂഹത്തിൽ അവെയറാക്കാൻ അവർ ശ്രമിക്കുന്നത്. പക്ഷെ അവർ ഇത് തടയാൻ ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് എസ് ഡി പി ഐ പോലത്തെ ഇപ്പം തീവ്രവാദ മനോഭാവമുള്ളവരുമായിട്ട് PFI പോലത്തെ തീവ്രവാദ മനോഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. SDPI പോലത്തെ തീവ്രവാദ മനോഭാവമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. അത് കാരണം ഇവരുടെ മൈൻഡ് സെറ്റ് ഇന്ന് ഇവർ കാണിക്കുന്നു, ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങളോടാണ് എനിക്കിന്ന് പറയാനുള്ളത്, ഇതുപോലെ തീവ്രവാദികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പുരോഹിതരെ പോലും അവഹേളിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഈ കൂടുതൽ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇങ്ങനെ ഒരു പ്രദർശനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അനുകൂലമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അങ്ങനെ വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട സിനിമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.